എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നിങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്ന മാരുതി സുസുക്കിയുടെ ബലോനയുടെ വിശേഷങ്ങളാണ്. അത് വാഹനം നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മൈജോ മോട്ടോഴ്സിലാണ് തൊടുപുഴയുള്ള. നമ്മളോടൊപ്പം ചേരുന്ന ആഷിഖാണ് വാഹനത്തിന്റെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. സോ വെൽക്കം ടു അവർ ചാനൽ. നമുക്ക് ഈ വരുന്ന 2025 മോഡല് മാരുതി സുസുക്കി ബലോന ഡെൽറ്റ വേരിയന്റ് ആണ് ഈ കിടക്കുന്നത്. ഡെൽറ്റ വേരിയന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 4 വേരിയന്റ് ആണ് വണ്ടിക്കകത്തുള്ളത്. സിഗ്മ, ഡെൽറ്റ, തീറ്റ, ആൽഫ. അതിലെ ഡെൽറ്റ വേരിയന്റ് സെക്കൻഡ് വേരിയന്റ് ആണ് നമുക്കിത് വരുന്നത്. ഇതിൻ്റെ അത് നമുക്ക് മെയിൻലി എന്ന് പറയുന്നത് നമ്മുടെ സിഗ്നേച്ചർ ഗ്രില്ല് കാര്യങ്ങളെല്ലാം ഫ്രണ്ട് വരുന്നുണ്ട്. പോരാതെ തന്നെ നമുക്ക് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്. അത് ഹാലജൻ ബൾബാണ് വരുന്നത്. ടോപ്പ് എൻഡ് വരുമ്പോഴേക്കും നമുക്ക് LED പോകും. സീറ്റ, ആൽഫ എല്ലാം നമുക്ക് LED വരുമ്പോൾ ഇതിൻ്റെ നമുക്ക് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് തന്നെയാണ്, എന്നാൽ ഹാലജൻ്റെ ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് തന്നെ ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ള ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് 1.2 ലിറ്ററിൻ്റെ VVT എഞ്ചിനാണ് വരുന്നത് വണ്ടിക്കകത്ത്. നമുക്കത് അറൗണ്ട് 89 bhp പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പോരാണ്ട് തന്നെ 118 Nm ടോർക്കും വണ്ടിക്കുണ്ട്. 15 ഇഞ്ചിൻ്റെ ടയേഴ്സാണ് വരുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് വീൽ കപ്പ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വണ്ടിക്കകത്ത്. പിന്നെ വരുമ്പോൾ നമുക്ക് ഡെൽറ്റ വേരിയൻ്റ് തൊട്ട് നമുക്ക് ORVM കളേർഡ് ആയിരിക്കും. അതിൻ്റെ അകത്ത് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പോരാതെ തന്നെ നമ്മുടെ ഡോർ ഹാൻഡിൽസ് കാര്യങ്ങളെല്ലാം കവേർഡ് ആയിരിക്കും. സിഗ്മ എന്ന് പറഞ്ഞ വേരിയൻ്റാണ് നമ്മുടെ ബേസ് മോഡൽ. അതിൻ്റെ അകത്ത് വരുമ്പോൾ ഈ 2 ഭാഗങ്ങളും പെയിൻറ്റഡ് ആയിരിക്കില്ല. അതാണ് മെയിൻ ഡിഫറൻസ്. ഈ വണ്ടിയുടെ സൈഡ് ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ ഫ്യൂൽ ടാങ്കിൻ്റെ കവർ ലീഡ് ആണെങ്കിലും നമുക്ക് ലെഫ്റ്റ് സൈഡിൽ തന്നെ കാണാം. നമുക്ക് അറൗണ്ട് 37 ലിറ്റർ കപ്പാസിറ്റി ഫ്യൂൽ ടാങ്കിൻ്റെ അകത്ത് നമുക്ക് വരുന്നുണ്ട്. നമുക്ക് അറൗണ്ട് 22 ആണ് നമ്മുടെ ക്ലെയിംഡ് മൈലേജ് എങ്കിലും നമുക്ക് അറൗണ്ട് 18 to 20 നമുക്കിവിടെ റേഞ്ച് കിട്ടാറുണ്ട് സിറ്റിക്കകത്ത്. നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്നുള്ള ഫീഡ്ബാക്ക് ആണ്, ഡിപ്പെൻഡിങ് ആണ്. പക്ഷേ അറൗണ്ട് 18 to 20 നമുക്ക് എന്തായാലും കിട്ടുന്നതാണ് വണ്ടി. ഗിയറിലോട്ട് വരുമ്പോഴേക്കും നമുക്ക് ഫുള്ളി LED സിസ്റ്റം ആയിട്ടുള്ള ടെയിൽ ലൈറ്റ് ആണ് വരുന്നത്. പോരാതെ തന്നെ നമുക്കൊരു സ്പോയിലർ രീതിയിലുള്ള, സ്പോയിലർ എന്ന് തന്നെ പറയാം, നമുക്ക് ഒരു അപ്പർ ലിപ്പ് കൊടുത്തിട്ടുണ്ട്. പോരാതെ തന്നെ നമ്മുടെ ബൂട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1 ടച്ച് ഓപ്പണിംഗ് ആണ്. ബൂട്ട് സ്പേസ് വരുന്നത് 318 ലിറ്റർ ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു പാർസൽ ട്രേ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഈ അകത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെയർ ടയർ കാര്യങ്ങളെല്ലാം ഇൻസൈഡ് തന്നെ വെച്ചിട്ടുണ്ട്. അത് ഫുൾ സൈസ് തന്നെ 15 ഇഞ്ചിൻ്റെ സ്പെയർ ടയർ തന്നെ നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുമാണ്. നമുക്ക് ബലോനയുടെ ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പോരാതെ തന്നെ നമ്മുടെ സുസുക്കിയുടെ ബാഡ്ജിങ് ഉണ്ട്. നമുക്കിപ്പോൾ വേരിയൻറ്റ് പറഞ്ഞിട്ടുള്ള ബാഡ്ജിങ് നമുക്കിപ്പോൾ ഒരു വണ്ടിയിൽ, നമ്മുടെ നെക്സ വണ്ടികളൊന്നും വരുന്നില്ല. നമുക്ക് താഴത്തെ ബമ്പറിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് 2 സൈഡിലും. പോലെ തന്നെ നമ്മുടെ നമ്പർ പ്ലേറ്റ് വരുന്നത് ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ള ബമ്പർ യൂണിറ്റാണ് വന്നിരിക്കുന്നത്. നമ്മുടെ എല്ലാ വണ്ടികളുടെയും ഡ്യുവൽ ടോൺ ഇൻറ്റീരിയർ ആണ്. ഏകദേശം ഒരു നെക്സ ബ്ലൂ കളറും ബ്ലാക്കും കൂടെ ചേർന്നൊരു ഡാഷ്ബോർഡാണ് നമുക്ക് ഇൻറ്റീരിയർ ആയിട്ട് വരുന്നത്. പോരാതെ തന്നെ നമുക്ക് ORVMൻ്റെ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഇവിടെ കാണാം. പോരാതെ തന്നെ 4 ഡോർ പവർ വിൻഡോ, ഓട്ടോ ലോക്കിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മുടെ ഡാഷ്ബോർഡിലോട്ട് വരുമ്പോൾ മെയിനായിട്ട് നമുക്ക് ട്രാക്ഷൻ കൺട്രോള്, ഐഡൽ, സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ബട്ടൺസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ സൈഡിൽ തന്നെ കാണാൻ പറ്റും. പോരാതെ തന്നെ നമ്മുടെ മീറ്റർ കൺസോളിൻ്റെ അകത്തേക്ക് നോക്കുകയാണെങ്കിൽ 2 അനലോഗ് മീറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് 1 RPM മീറ്റേഴ്സും 1 സ്പീഡോമീറ്ററും ആണ്. പോരാതെ തന്നെ നമ്മുടെ മെയിൻ ഇൻഫർമേഷൻസ് എല്ലാം തരാൻ പറ്റുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീനും നമുക്ക് സെൻട്രലായിട്ട് കാണാൻ പറ്റും. പിന്നെ സ്റ്റിയറിംഗിലോട്ട് വരുമ്പോൾ നമുക്ക് ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ് വരുന്നത്. നമ്മുടെ കോൾ ബട്ടൺസ് കാര്യങ്ങളെല്ലാം ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഓഡിയോ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ഉണ്ട്. സീറ്റ് വരുമ്പോൾ ഫാബ്രിക് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ടെമ്പറേച്ചറിന് വണ്ടിയുടെ നമ്മുടെ പുറകൊന്നും ചേർക്കാണ്ടിരിക്കാനും കാര്യങ്ങൾക്കെല്ലാം ഇത് കൂടുതൽ സഹായകമായിരിക്കും. അതുപോലെ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ നമുക്ക് ഇതിനകത്ത് വരുന്നില്ല. നമുക്ക് ടിൽറ്റാണ് വരുന്നത്. മെയിൻലി ടിൽറ്റിൻ്റെ കൺട്രോൾസ് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. സീറ്റിൻ്റെ AC വരുന്നേക്കുന്നത് ഫുള്ളി ഓട്ടോമാറ്റിക് യൂണിറ്റ് ആണ്. AC കൺട്രോൾസ് എല്ലാം വന്നേക്കുന്നത്. അത് നമ്മുടെ എല്ലാ വണ്ടികളും, നെക്സയുടെ എല്ലാ വണ്ടികളും എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ടാണ് വന്നേക്കുന്നത്. ഓട്ടോ ക്ലൈമറ്റ് കൺട്രോളാണ് വരുന്നത്. പിന്നെ താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു USB-B ടൈപ്പ് ചാർജർ കാണാം. പോരാതെ തന്നെ നമുക്കൊരു 12 വോൾട്ടിൻ്റെ പവർ ഔട്ട്ലെറ്റും ഉണ്ട്. പിന്നെ സെൻട്രൽ കൺസോളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു സിൽവർ ലൈനിങ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. നമുക്ക് AC വെൻറ്റ്സ് കാര്യങ്ങളെല്ലാം കാണാം. പ്ലെയിൻ ബ്ലാക്ക് ആണ് വന്നേക്കുന്നത്. പോരാതെ തന്നെ നമ്മുടെ ഡിജിറ്റൽ ഡിസ്പ്ലേയുടെ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ഇവിടെ ആണെങ്കിൽ നമ്മുടെ സിൽവറിൻ്റെ ഫിനിഷ് അന്ന് പാസഞ്ചർ സൈഡ് വരെ കയറി വരുന്നതായിട്ട് കാണാം. പോരാതെ തന്നെ ആ ബ്ലൂ ഷെയ്ഡ് ബ്ലാക്കുമായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോഴുള്ള ആ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പോരാതെ നമുക്ക് ഈ കൺസോളിലോട്ട് ടണലിലോട്ട് വരുവാണെങ്കിൽ നമ്മുടെ ഒരു കാർബൺ ഫൈബർ മെറ്റീരിയലിൻ്റെ പോലത്തെ ഫിനിഷിൽ പ്ലാസ്റ്റിക് ആണ്, പക്ഷെ ആ ഒരു ടെക്സ്ചർ വരുന്ന രീതിയിലുള്ള ഒരു ഫിനിഷിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പോരാതെ തന്നെ ഗിയർ നോബ് വരുവാണെങ്കിൽ തന്നെ നമുക്കൊരു ഡ്രൈവർ എന്ന രീതിയിൽ നല്ല രീതിയിൽ ഒരു സുഖമായ രീതിയിൽ പിടിക്കാവുന്ന രീതിയിലാണ് ഗിയർ നോബ് അറേഞ്ച് ചെയ്തേക്കുന്നത്. പോലെ തന്നെ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു കോയിൻ ഹോൾഡർ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഹോൾഡർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഇവിടെ ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലൗ ബോക്സ് കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരു ഗ്ലൗ ബോക്സ് കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പാസഞ്ചർ സൈഡ് സീറ്റിലോട്ട് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സീറ്റാണ്. അത്
ബക്കറ്റ് സീറ്റ് പോലെ നമ്മൾ രണ്ട് സൈഡിലും കവർ ചെയ്തിരിക്കുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. സൺ വൈസേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അതിൽ പാസഞ്ചർ സൈഡിലെ സൺ വൈസറിൽ നമുക്കൊരു മിറർ, ആന്റി മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ പോരാതെ തന്നെ നമ്മുടെ ആന്റി ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം സെൻട്രലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഓട്ടോ ഡിമ്മിങ് അല്ല, പകരം നമുക്ക് മാനുവലി ഡിം ചെയ്യാവുന്ന റിയർ വ്യൂ മിററാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബാക്കിലത്തെ റോയിലോട്ട് വരുവാണെങ്കിൽ തന്നെ 5 പേർക്ക് സുഖമായിട്ടിരിക്കാം. നമുക്ക് നീ റൂം ആണെങ്കിലും അതുപോലെ തന്നെ അണ്ടർ തൈ സപ്പോർട്ട് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. ഞാനൊരു 5 അടി 9 ഇഞ്ച് വരുന്ന ഒരാളാണ്. എനിക്കാണെങ്കിൽ പോലും നല്ല രീതിയിൽ ഹെഡ് റൂം കാര്യങ്ങളെല്ലാം ഈ വണ്ടിക്കകത്ത് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡോർ അടച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ക്ലോസ്ട്രോഫോബിക് ഫീലിംഗ് ഒന്നും വരുന്നില്ല. കാരണം നല്ല സ്പേസ് കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം സുഖമായിട്ട് യാത്ര ചെയ്യാവുന്ന രീതിയിലാണ് വരുന്നത്. നമുക്കിവിടെ ഒരു പവർ ഔട്ട്ലെറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമുക്ക് ഡെൽറ്റ വേരിയന്റ് ആയതുകൊണ്ടാണ് നമുക്ക് റിയർ എ സി വെന്റ്സ് ഇല്ലാത്ത. സീറ്റ് ആൽഫ വരുമ്പോഴേക്ക് നമുക്കിവിടെ റിയർ എ സി വെന്റ്സ് കാര്യങ്ങളെല്ലാം വരുന്നതാണ്. ഇതാണ് ഇപ്പോൾ ബാക്കിലത്തെ സീറ്റിൽ നമുക്ക് വരുന്നത്. ആഷിക്ക്, അപ്പോൾ നമ്മൾ വാങ്ങിയെ കുറിച്ച് അത്യാവശ്യം ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മെയിനിൽ അറിയേണ്ടുള്ള സംഭവം എന്ന് വെച്ചാൽ പ്രൈസിലേക്കാണ്. അപ്പോൾ എത്രയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്? നമുക്ക് ഡെൽറ്റ വേരിയന്റ് വരുന്നത് 7.5 lakhs ആണ് നമുക്ക് എക്സ്ഷോറൂം വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സിഗ്മ ഏറ്റവും ബേസ് മോഡൽ വരുന്നത് അത് വരുമ്പോൾ 6.6 വരുന്നുള്ളൂ എക്സ്ഷോറൂം. നമുക്ക് ഓൺ റോഡിന്റെ ഇപ്പോൾ ഡിഫറൻസ് കാരണം ടാക്സ് ഹൈക്ക് കാര്യങ്ങളെല്ലാം ഇപ്പൊ അഫക്ട് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഇപ്പോൾ ഓഫേഴ്സ് കാര്യങ്ങളെല്ലാം മൈജോ മോട്ടോഴ്സും നല്ല രീതിയിൽ കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വിലയ്ക്ക് കസ്റ്റമേഴ്സിന് എവിടെ ഏത് ഷോറൂം എടുത്താലും കോമ്പറ്റീഷൻ നല്ല രീതിയിൽ കോമ്പറ്റീറ്റ് ചെയ്ത് കൊടുക്കാവുന്ന ഒരു പ്രൈസ് റേഞ്ച് നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഒരു നമുക്ക് ഡൗൺ പേയ്മെന്റ് എത്ര ഉണ്ടെങ്കിൽ നമുക്ക് അറൌണ്ട് 85% ഡൗൺ ലോൺ വരെ കയറും. അത് നല്ലൊരു സിബിൽ സ്കോർ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, സിബിലിന്റെ നല്ല ട്രാക്ക് ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് അറൌണ്ട് 100% തന്നെ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും വണ്ടിക്ക്. ഇനിയിപ്പോൾ ബിസിനസ് ഓണേഴ്സ് അങ്ങനത്തെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് മുദ്രകളും അങ്ങനെ എന്ത് വേണേലും നമുക്ക് അറേഞ്ച് ചെയ്ത് കസ്റ്റമറിന്റെ പ്രിഫറൻസ് ഏതാണോ അതനുസരിച്ച് നമുക്ക് ഇതിനകത്ത് ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ. ഓക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ആഷിഖ് ബ്രോയുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് കൂടുതലായിട്ട് വിലയെ കുറിച്ചോ അല്ലെങ്കിൽ മാരുതി സുസുക്കിയിലെ ഏത് വാഹനങ്ങളാണെങ്കിലും എടുക്കാനാണെങ്കിലും അതുപോലെ നമുക്ക് ടെസ്റ്റ് ഡ്രൈവിനാണെങ്കിലും ടെസ്റ്റ് ഡ്രൈവിന് അത്യാവശ്യം വാഹനങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടല്ലോ അല്ലേ? എല്ലാ വാഹനങ്ങളും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാനാണെന്ന് ബ്രോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്താ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്താലോ? ഓക്കെ. അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോകണം. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആണെങ്കിൽ കാണുന്നെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ ബലവനെ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ജെന്യൂൻ ആയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമന്റ് ചെയ്യുകയാണെങ്കിൽ ഈ വാഹനം മേടിക്കാൻ നിൽക്കുന്നവർക്കും നമ്മുടെ വീഡിയോ കാണുന്നവർക്കും അതൊരു ഉപകാരമായിട്ട് മാറും. അപ്പോൾ ബ്രോ താങ്ക് യു സോ മച്ച്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.